പടമാണ് ഇത്, ആരും ചെന്ന് കാണല്ലേ, ദയവ് ചെയ്ത് കാണല്ലേ. കൊള്ളൂല വീട്ടിലിരിക്കണായിരിക്കും നല്ലത്. ഇത് എന്തൊരു പടം ബ്രോ. ഇപ്പൊ കണ്ടതിന് മിക്കവരും നല്ല റിവ്യൂ ആണ് പറയുന്നത്. കൊള്ളാം, അടിപൊളിയായിരുന്നു. വർഷത്തിന് ശേഷം നമ്മളിപ്പോ 3 വർഷത്തിന് ശേഷം സ്ക്രീനിൽ കാണാം. അടിപൊളിയായിരുന്നു. കൊള്ളൂല പടം പോരാ. കൊള്ളത്തില്ല, പോരാ, ഒട്ടും പോരാ. കൊള്ളാം ബ്രോ, കൊള്ളാം, ഒരു വട്ടം കാണാം. ഇമ്പാക്ട് ഇല്ലായിരുന്നു പടം. സ്റ്റേജിങ് എല്ലാം ഒരു ഇമ്പാക്റ്റും ഇല്ല, തീരെ ബോറാണ്. ഒരു കാണാൻ വേണ്ടി ഈ പടം ഒരു തവണ കാണാം. വിഷ്വൽസ് ഒക്കെ കൊള്ളാം. ബാക്കി VFX-ഉം ഒന്നും ഇവയ്ക്ക് കൊടുത്തതാണ് പറ്റിപ്പോയത്. മേ ബി വേറെ ഏതെങ്കിലും ഡയറക്ടർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്താലും. ഒരു ഇമ്പാക്ട് മോശം പറയാനില്ല ബ്രോ. പടം കൊള്ളാം, സത്യം പറഞ്ഞു. പടം കൊള്ളാം. ലാസ്റ്റ് കാണിക്കുന്നതെല്ലാം കൊള്ളാം. ഫസ്റ്റ് മാത്രം കൊള്ളാം. ഈ 2024 കൊള്ളൂല, ബാക്കിയെല്ലാം ബ്രോ ആവറേജ്. കങ്കുവായെ പറ്റി പറയുവാണെങ്കിൽ അത് വലിയ, ഞാൻ പ്രതീക്ഷിച്ചു പോയ പടം തന്നെ, അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും കിട്ടിയില്ല. ബിലോ ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല, നല്ല ലോ ആണ്. എനിക്ക് നല്ല ലോ ആണ്. ഉറങ്ങണമെന്ന് വിചാരിച്ച DSP അതിന് സമ്മതിക്കൂല എന്നാണ് പറയാനുള്ളത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വന്നിട്ട് ഫുൾ മറ്റേ ശ്രീനിവാസൻ പറയുന്ന പോലെ പാലേച്ച് കല്യാണം പാലേച്ച് അപ്പുറത്ത് അതാണ് സംഭവം. ഒരു സ്ഥിരതയില്ലാത്ത പടമായി പോയി കണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഒരു വട്ടം കണ്ടിട്ട് എന്നെ തെറി വിളിക്കരുത്, അത്ര എനിക്ക് പറയുള്ളൂ. ഒരു വട്ടം അതൊക്കെ ഉണ്ട് പടം, അത്യാവശ്യം കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. വീട്ടിലിരിക്കണായിരിക്കും നല്ലത്. പൈസയെങ്കിലും ലാഭിക്കാം. നമുക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഉറങ്ങി, സെക്കൻഡ് ഹാഫ് ചിരിക്കാനേ ഉള്ള ഭാഗമൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് സീരിയസ് ആണെങ്കിലും ചിരിക്കാം, അത്രേ ഉള്ളൂ. ഒന്നും പറയല്ല കേട്ടോ, മടുത്ത് ഇറങ്ങിയതാണ്. ഇത് എന്തൊരു പടം ബ്രോ. വെറും പടമാണ് ഇത്, ആരും ചെന്ന് കാണല്ലേ, ദയവ് ചെയ്ത് കാണല്ലേ. ഒന്നും കൊള്ളത്തില്ല, ഒന്നുമില്ല. ഇന്റർവെൻഷന്റെ പകുതി പോലും ആയില്ല. അനൂപ് എല്ലാം ഇറങ്ങി ഓടാൻ തോന്നി. ഗ്രാഫിക്സ് ഒന്നും കൊള്ളൂല, CG ഒന്നും കൊള്ളൂല. ബേസിക് ആയിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ പോലും അവർക്ക് ചെയ്യാറുണ്ട്. ഔട്ട്ലൈൻ ഒക്കെ അവരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രോപ്സിലൊക്കെ ചവിട്ടുമ്പോഴത്തേക്ക് പ്രോപ്സ് താഴണുണ്ട്. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഒന്നും ക്ലിയർ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. എഡിറ്റ് ചെയ്ത സിനിമ മൊത്തം ഒരുമാതിരി പന്ന സിനിമ. എഡിറ്റിംഗ് ഒന്നിനും കൊള്ളൂല. അത് ഞാൻ ചുമ്മാ ഒരു തമാശയായിട്ട് പറഞ്ഞു. കാണല്ല പന്ന സിനിമ. VFX കൊള്ളൂല, പിന്നെ കണ്ടോണ്ടിരിക്കാൻ അത്ര പറ്റൂല, ആരും പോവല്ലേ. ഫോണില് ഇത് ഫിൽട്ടർ ഒക്കെ ഉണ്ട് അതിനകത്ത്. ബ്രോ ഗോട്ട് ഇതിനേക്കാളും ബെറ്റർ ആണ് ബ്രോ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയില്ല. DSP കൊള്ളാം, അതപ്പോ പറയാനുള്ളൂ. DSP കൊള്ളാം. സൂര്യയുടെ സിനിമയായിട്ട് തോന്നുന്നില്ല, ഇത് പോരാ, കൊള്ളത്തില്ല. ഗോട്ടിനേക്കാളും കൊള്ളാം. ആക്ച്വലി ഞാൻ സൂര്യ ഫാനാണ്, എന്നാൽ ഗോട്ടിനേക്കാളും കൊള്ളാം. കൺഫ്യൂസിങ് ആണ്, നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞു. ഓവർ സൗണ്ട് ആണ്. പോസിറ്റീവ് പറഞ്ഞാൽ BGM കൊള്ളായിരുന്നു, ഇവരുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു, അല്ലാണ്ട് സിനിമയിൽ പറയാനൊന്നുമില്ല. പീരിയോഡിക്ക് മാത്രം മതിയായിരുന്നു, മറ്റത് വേണ്ടായിരുന്നു. അങ്ങനെ പോരാ, മോശം. നമുക്കൊന്നും പിടികിട്ടില്ല, സ്റ്റോറി തന്നെ പിടികിട്ടുന്നില്ല എന്താണെന്നുള്ളത്. ഈ എടുത്ത ആളോട് തന്നെ ചോദിക്കണം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ പയ്യൻ എങ്ങനെ വന്നു, പയ്യനായിട്ടുള്ള എന്താണ് ബന്ധവും നമുക്കൊന്നും കാണിക്കുന്നില്ല. 3D as in the effort and the effect was visible. അല്ലാതെ നത്തിങ് സ്റ്റുഡ് ഔട്ട് ഫോർ മീ ആസ് എ ഗുഡ് മൂവി. കാരണം സെക്കൻഡ് ഹാഫ് ഇസ് ഗുഡ്, ആ ഹിസ്റ്ററിക്കൽ നെറേഷൻ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. കുഴപ്പമില്ലായിരുന്നു. സൂര്യയുടെ ആക്ടിങ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. 50-50, എനിക്ക് 50-50 ഒപ്പീനിയൻ.